വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. ചക്കക്കുരു മാങ്ങ മുരിങ്ങാക്കോൽ കൊണ്ടുള്ള നല്ലൊരു ഒഴിച്ചു കറിയാണ്. ഇത് പണ്ട് കാലങ്ങളിൽ സാധാരണ ഈ ഒരു ചക്ക സീസണിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പം ചക്കക്കുരു കിട്ടിയപ്പോൾ ഞാനും വിചാരിച്ചു ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ, അത്രയ്ക്ക് രുചിയാണ്. പണ്ടൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് ഇപ്പോഴും അറിയാം അതിൻ്റെ ഒരു രുചി. അപ്പം ഇവിടെ എനിക്ക് ചക്കക്കുരു കിട്ടിയപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു ചക്കക്കുരു മാങ്ങാക്കറി ഉണ്ടാക്കുന്നതെന്ന്. ഞാനിവിടെ ചക്കക്കുരു നന്നായിട്ട് ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് ചെറുതായിട്ടല്ല, എന്നാലും രണ്ടായിട്ട് പുളന്നെടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ കുറച്ച് ചെനച്ചതായിരുന്നു, പക്ഷെ നന്നായിട്ട് നല്ല പുളിയുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങാക്കോൽ 2 എടുത്തിട്ടുണ്ട്. അപ്പം ചക്കക്കുരു തന്നെ ആദ്യം വേവിച്ചെടുക്കാം, കാരണം അത് കുറച്ച് വേവ് കൂടിയതാണ്. അപ്പോൾ നമുക്ക് മൺചട്ടിയിലാണ് എടുക്കുന്നത്. മൺചട്ടിയിലിട്ടിട്ട് നമുക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പം വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ആദ്യം ഇത് വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുരിങ്ങാക്കോലും മാങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൽ തന്നെ കുറച്ച് ഉപ്പ്, ആവശ്യമായ ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ കുറച്ചും കൂടി കുറവായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെയൊക്കെ അപ്പോൾ ഈ ഒരു എരിവ് ഒരു മീഡിയം എരിവാണ് കേട്ടോ. ഇതിലേക്ക് പച്ചമുളക് നമ്മൾ അരച്ച് ചേർക്കും. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതലുണ്ടെങ്കിൽ 1 സ്പൂൺ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇതൊന്ന് മൂടി കൊണ്ട് അടച്ച് ഒന്ന് കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയുണ്ടോ, കണ്ടോ ഇത് വെന്തിട്ടില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് സോഫ്റ്റായി വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുടി കൊണ്ട് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേകുന്ന സമയത്ത് ബാക്കി നമുക്കൊരു അരപ്പ് അരച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ചെറിയ ഉള്ളി, മീഡിയം സൈസ് 3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇനി 2 മതിയെങ്കിൽ അത്രയും ആ ഒരു ടേസ്റ്റ് അത്രയ്ക്കില്ല വേണ്ടെങ്കിൽ 2 ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, നല്ല എരിവെള്ള പച്ചമുളകാണ് കേട്ടോ, അതാണ് 2 ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ചും കൂടി ഇടാം. ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി കുറച്ചാണ് ഇട്ടത്. അപ്പോൾ ഒരു 1/4 പിഞ്ചോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുടെ ചക്കക്കുരു നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഒരു സ്പൂൺ കൊണ്ട് എടുത്തിട്ട് നമുക്ക് നോക്കാം നന്നായിട്ട് കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ടോ? അപ്പം ഒരു വെള്ളം തന്നെ ഒരു 1/4 ഭാഗം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കുകയാണ് കേട്ടോ. അതിൽ വെച്ച് തന്നെ ആ സ്പൂൺ കൊണ്ട് തന്നെ മുറിച്ച് നോക്കണം. കണ്ടോ, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്, 2ആയി വിട്ടു പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇനിയും ഒന്നും കൂടി വെന്ത് വരും, കാരണം നമ്മളിനി ഇതിലേക്ക് മാങ്ങയും മുരിങ്ങാക്കോലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങയും മുരിങ്ങാക്കോലും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്ത് വെച്ച മാങ്ങയിൽ നിന്ന് 1-2 പീസ് മക്കളെടുത്തിരുന്നു, അതാ കുറഞ്ഞു പോയത്. അപ്പോൾ ഞാൻ മാങ്ങയും മുരിങ്ങാക്കോലും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരുപാടൊന്നും കുക്കാവേണ്ട ആവശ്യമില്ല, കാരണം മുരിങ്ങാക്കോലിനും മാങ്ങക്കും ഒരുപാട് വേവൊന്നും ഇല്ല. ഇതൊരു 5 മിനിറ്റോളം ഒന്നും കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കുക്കായൊക്കെ വന്നിട്ടുണ്ട്. ഉണ്ടോ, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പക്ഷേ ഉടഞ്ഞു പോകരുത്, മാങ്ങയും അതുപോലെ തന്നെ മുരിങ്ങാക്കോലും ഒട്ടും ഉടഞ്ഞു പോകരുത്, എന്നാൽ ഒരുവിധം വെന്ത് വരികയും വേണം. അപ്പോൾ മാങ്ങ കണ്ടോ വെന്തിട്ടുണ്ട്, പക്ഷേ ഉടഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇനി നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ അരപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ മുളക് പൊടി കുറച്ച് അധികം 1 സ്പൂണോട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറു ചൂടുവെള്ളം, കാരണം ഓൾറെഡി നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് കുക്കായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി ഈ അരപ്പും കൂടി മാത്രം മതി. അപ്പോൾ ചെറു ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പോളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സിയുടെ ജാറിൽ കഴുകിയിട്ട് ആ ഒരു വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളച്ച് വേണം, ഒരുപാട് തിളച്ച് മറിയണ്ട, ഒരു മീഡിയം തിളവ് ആകുമ്പം ഇതിലേക്ക് നമുക്ക് വറവ് വറുത്തിടണം. ഇപ്പോൾ ഒരുവിധം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കിയിട്ട് ഒരു 1-2 മിനിറ്റോളം കൂടി ഞാൻ ഇത് കുക്ക് ചെയ്യുന്നുണ്ട്.
ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ, ഒരുപാട് തിളച്ച് പോയാൽ നമ്മുടെ ഈ ഒരു തേങ്ങ അരച്ചത് പിരിഞ്ഞ് പോകുന്ന പോലെ കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിളച്ച് മറിയുന്നൊന്നുമില്ല. 1-2 തിള വന്നതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ അതേ ഒരു ഇതൊന്ന് തിള വന്നിട്ടുണ്ട്, കാരണം നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണല്ലോ. ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണ, ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒരുവിധം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 3-4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഒരുവിധം മൂത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് കറുത്ത് പോകുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് മൂത്തായി വന്നാൽ മാത്രം മതി. അപ്പോൾ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഗ്യാസ് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ വറ്റൽമുളക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ടും ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്, അതൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ആ ഒരു എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. 1 സെക്കൻഡോളം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ തിളച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ മുരിങ്ങാക്കോല്, ചക്കക്കുരു, മാങ്ങയിലേക്ക് ഈ ഒരു വറവ് ഇട്ട് കൊടുക്കുക. ആ എണ്ണയും എല്ലാം കൂടിയുള്ള ആ ഒരു വറവ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. ആ ഒരു വറുത്ത നല്ലൊരു ഫ്ലേവർ നമ്മളുടെ ഈ കറിയിലെല്ലാം കിട്ടാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. പെട്ടെന്ന് തന്നെ ഇളക്കി എടുക്കരുത്. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് മറ്റൊരു സെർവിങ് ഡിഷിനോട്ട് മാറ്റാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം നമ്മളുടെ കറി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ചക്കക്കുരു മാങ്ങാക്കറി ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു രുചി തന്നെയാണ്. പ്രത്യേക ഒരു സ്വാദ് തന്നെയായിരുന്നു കേട്ടോ. ചക്കക്കുരു ഒക്കെ ആ ഒരു മുരിങ്ങാക്കോലും മാങ്ങയും കൂടി വെച്ചപ്പം മാങ്ങ നല്ല പുളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പുളിയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ വേണമെങ്കിൽ ഇതിലേക്ക് ചെറിയ കഷ്ണം ഒരു പുളി വളരെ ചെറിയ കഷ്ണം പുളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിന് നല്ല പുളി ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല കുറുകിയ ഒരു നല്ലൊരു കുറുകിയ ചാറോട് കൂടിയ ചക്കക്കുരു മാങ്ങാക്കറിയാണിത്. ഇതിലേക്ക് നമുക്ക് അഥവാ ഇനി മുരിങ്ങാക്കോല് ഇല്ല എങ്കിൽ ചക്കക്കുരു മാങ്ങയും കൂടി മാത്രം വെച്ചാലും മതി. എന്നാലും നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. ചോറിൻ്റെ കൂടെ നല്ല ഒരു അടിപൊളി കോമ്പിനേഷനാണ്. വേറെ ഒരു കറി വേണ്ട ഈ ഒരു ചക്കക്കുരു മാങ്ങാക്കറി ഉണ്ടെങ്കിൽ. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.